ഹായ്, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്നൊരു സ്നാക്ക് റെസിപ്പിയാണ്. കണ്ട ഉഴുന്നുവട പോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് ഉഴുന്നുവടയല്ല കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടാലോ. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ സവാള, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില എല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. മല്ലിയിലയും കറിവേപ്പിലയൊക്കെ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ഇവിടെ കുട്ടികൾക്ക് അത് പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ മാറ്റി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനത് കുറച്ചേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സില്ലേ, അങ്ങനത്തെ ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ സവോള, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കുക. ഒരു തളയൊക്കെ വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചില്ലി ഫ്ലേക്സും മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് റവയാണ്. ഞാനിവിടെ 2 ഗ്ലാസ് റവയാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ വെള്ളം എടുത്ത അതേ ഗ്ലാസ്സിന് തന്നെ 2 ഗ്ലാസ് റവ. നമ്മൾ എത്രയാണോ റവ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളമാണ് ആദ്യം വെക്കേണ്ടത്. ഇപ്പോൾ 2 ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരണം. വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ടൈറ്റായി വരുന്ന ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഒന്ന് ചൂടാറാൻ വേണ്ടിയാണേ. എന്നിട്ട് ചൂടൊക്കെ ആറി നമുക്ക് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാകുമ്പോൾ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കുക. കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. നമ്മൾ കയ്യിൽ ഓയിലൊന്നും ആക്കിയില്ലെങ്കിലും അങ്ങനെ ഒട്ടി പിടിക്കുകയൊന്നുമില്ല. ഇതങ്ങനെ ഒരു സ്റ്റിക്കി ആയിട്ടൊന്നും അല്ല ഉണ്ടാവുക കേട്ടോ. പിന്നെ കൈ ഒന്ന് വിരലൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നടുക്കൊരു ഹോളാക്കി നമുക്കൊരു ഉഴുന്നുവടേൻ്റെ ഷേപ്പാക്കി എടുക്കാം. സൈഡൊക്കെ ഇങ്ങനെ വിട്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ആ ഷേപ്പിലാക്കി മാറ്റി വയ്ക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് തിളച്ച എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഓൾറെഡി ഇതൊക്കെ വെന്ത സാധനങ്ങളാണല്ലോ. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ 2 സൈഡും തിരിച്ചും മറിച്ചുവിട്ട് ഒന്ന് ക്രിസ്പി ആവണം. പിന്നെ ഇതിൻ്റെ കളറൊന്ന് മാറി ഒരു ബ്രൗൺ കളർ ആവണം. അത്രേ വേണ്ടുള്ളൂ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. വലിയൊരു ഫ്രൈ പാനൊക്കെ ആണെങ്കിൽ നമുക്കൊരു 4-5 എണ്ണമൊക്കെ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലൊരു തേങ്ങാ ചട്നി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. ഇവിടെ കുട്ടികളൊക്കെ ടൊമാറ്റോ സോസും കൂട്ടിയാണ് കഴിച്ചത്. അങ്ങനെയാണെങ്കിലും അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് പൊട്ടിക്കുന്ന ഒരു വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് വിട്ടുപോയതാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക, നമ്മൾ ഉഴുന്നുവടയൊക്കെ പോലെ തന്നെ. അപ്പോൾ ഇതുവരെ റവ കൊണ്ട് വട ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒരു തവണയൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു തവണ ഉണ്ടാക്കിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും പിന്നെ ഉണ്ടാക്കും. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണോയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ബൈ.